മെയിനായിട്ട് നിൽക്കുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. ഓക്കെ. മോർണിംഗ് വാക്കിനും ഈവനിങ്ങും എല്ലാം ആൾക്കാർ വന്ന് ചില്ല് ചെയ്ത സ്ഥലം. ഓക്കെ, നമുക്ക് അവിടെ പോവാം അല്ലേ? ഹലോ ഗായ്സ്, അപ്പോൾ അരവിന്ദ് പറഞ്ഞ പോലെ നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റ് മഞ്ഞ് കാണാൻ വേണ്ടി കടമ്പ്രയാറിൽ പോവായിരുന്നു. ചച്ചു രാവിലെ തന്നെ എഴുന്നേറ്റ് റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളതുകൊണ്ട് ഈ രാവിലെ എഴുന്നേൽക്കുന്നൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ജസ്റ്റ് 4 to 5 കിലോമീറ്റേഴ്സ് മാത്രമേ ദൂരം ഉണ്ടായിരുന്നുള്ളൂ. സോ നമുക്കൊരു 15 മിനിറ്റ്സ് യാത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം അതാ നമ്മൾ കടമ്പ്രയാർ എത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല മഞ്ഞായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ ടു വാച്ച്. എന്തൊരു ഭംഗിയായിരുന്നു എന്നറിയാം അത് മൊത്തത്തിൽ കാണാൻ. ചുറ്റും ഒരു പച്ചപ്പും കൂടാതെ തന്നെ നല്ല മഞ്ഞും ലേക്കും എല്ലാം കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു. ആൻഡ് ഞാൻ മോളെ കൊണ്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. അവൾക്ക് വേണ്ട ക്യാപ്പ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. യെസ്, ഇങ്ങനെ നടന്ന് ഇനി ആ ബ്രിഡ്ജ് കയറി അപ്പുറത്തെ സൈഡ് എത്തണം. ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. സൺഡേ ആയതുകൊണ്ട് ഞങ്ങൾ ആക്ച്വലി നല്ലോണം പ്രതീക്ഷിച്ചിരുന്നു ആൾക്കാരെ. ബട്ട് ഇറ്റ് വാസ് വെരി പീസ്ഫുൾ. സത്യം പറയാലോ, മോൾ നന്നായി എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അവളുടെ ഫേസ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ബട്ട് ഷി വാസ് എൻജോയിങ് ഇറ്റ്. അതെനിക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. ആൾ നന്നായി കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് ഇരിക്കുകയായിരുന്നു. ദേ ആ കാണുന്നതാണ് ജിതിൻ. ഞങ്ങൾ ഇന്നലെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചു അവരുടെ അടുത്ത് എന്താ പരിപാടി എന്ന്. അപ്പോൾ അവർ പറഞ്ഞു രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോകണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ശരി, നിങ്ങൾ പള്ളിയിൽ പോയിക്കോ, ഞങ്ങൾ കടമ്പ്രയാറ് പോവാമെന്ന്. പിന്നെ അതാ രണ്ടുപേരും പള്ളി ഒഴിവാക്കിയിട്ട് കടമ്പ്രയാറ് കാണാൻ വന്നു. ഞങ്ങൾ എത്തുന്നതിന് മുമ്പേ അവരെത്തിയിട്ടോ. അതാണ് ഇതിലെ ഏറ്റവും വലിയ കോമഡി. സോ ഞാനും റിറ്റിയും തമ്മിൽ ഒരുപാട് വർഷത്തെ ഒരു ഫ്രണ്ട്ഷിപ്പാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തേക്ക് ഞങ്ങളുടേതായിട്ടുള്ളൊരു ലോകത്തായിരുന്നു. അപ്പോൾ കുറേ കോപ്രായങ്ങളൊക്കെ കാണാൻ പറ്റും നിങ്ങൾക്ക്. പിന്നെ അതിലേക്ക് ഞങ്ങളുടെ ചച്ചും കൂടിയിട്ടുണ്ട് കുറച്ചൊക്കെ. സോ ഞാനും അരവിന്ദും റിറ്റി, ജിതിൻ, ചച്ചു ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ ചുമ്മാ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ നടക്കായിരുന്നു. അപ്പോൾ അത് ഈ കാണുന്ന പോലെ തന്നെ ഫുൾ മഞ്ഞാണ്. ഈ മോർണിംഗ് വാക്ക്, ഈവനിങ് വാക്ക്, പിന്നെ ജോഗിങ്ങിനൊക്കെ വരാൻ പറ്റിയ ഒരു ഐഡിയൽ പ്ലേസ് തന്നെയാണ് കേട്ടോ. ആൻഡ് ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. നിങ്ങൾക്ക് കാണാമല്ലോ വീഡിയോയിൽ. സോ എറണാകുളം ടൗണിൽ നിന്നാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ജസ്റ്റ് ഒരു 13 കിലോമീറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. സോ വരിക, കാണുക, ആസ്വദിക്കുക ആൻഡ് എൻജോയ്. സോ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.